എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ടില്ലേ, സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഒരു പനി ജലദോഷമൊക്കെ വന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഒന്ന് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ഇൻസ്റ്റൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ്, സ്കിൻ വൈറ്റനിങ് എന്നൊക്കെ പറയാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇതുവരെ ഇതിന് മുന്നേ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കുറേ DIYസും, അതായത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ പാക്സും ട്രീറ്റ്മെൻറ്റും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എല്ലാറ്റിലും കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ മിക്സിയുടെ ആവശ്യമുണ്ട്, അരക്കലും പിടിക്കലും, പിന്നെ എന്താ പറയുക, പാല്, തൈര്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള പാക്കൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ അതിൻ്റെ ഒരു മിക്സിയുടെയും അരക്കലിൻ്റെയും പിടിക്കലിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീട് വിട്ട് പുറത്ത് ഒക്കെ താമസിക്കുന്ന കുട്ടികൾ, അതായത് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ, പിന്നെ അടുക്കളയിലേക്ക് പോകാൻ ആക്സസ് ഇല്ല, പിന്നെ ഇതുപോലത്തെ മിക്സി യൂസ് ചെയ്യാൻ ആക്സസ് ഇല്ലാത്ത കുട്ടികൾക്ക്, അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ലേഡീസിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ ഞാൻ അധികം സംസാരിച്ച സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സൈഡിൽ കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് മിസ്സാവാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ളയിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സ്കിന്ന് ഒന്ന് ടൈറ്റൻ ചെയ്യാനും സ്കിന്നിലെ പോഴ്സ് എല്ലാം ക്ലോസ് ചെയ്യാനൊക്കെ മുട്ടയുടെ വെള്ള നല്ലതാണ്. ഇപ്പോൾ വെള്ളം മാത്രം ഇപ്പോൾ തനിയെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കോഫി പൗഡറാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. സോ അതൊരു 2 സ്പൂണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മുട്ടയുടെ വെള്ളയും ഇപ്പോൾ ഇതെല്ലാം കൂടി മിക്സായി ഒരു നല്ലൊരു പേസ്റ്റ് നമുക്ക് കിട്ടണം. ഇനി ഇത് നല്ല പേസ്റ്റ് ആയതിനു ശേഷം ഞാനിത് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഒരേ ഒരു കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്നാലേ നമുക്ക് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് 2 കൈയും തമ്മിലുള്ള വ്യത്യാസം, ഇത് ഒരു കൈ തേച്ചിട്ട് മറ്റേ കൈ തേക്കാതെയും അതിൻ്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൈയിൻ്റെ മേൽഭാഗത്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ തേച്ചത്. ഇനിയിപ്പോൾ അത് ഒന്ന് ഉണങ്ങണം. മുട്ടയുടെ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അത് മുട്ടയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഉണങ്ങി ഞാൻ കൈ കഴുകി. ഇനി 2 കൈയിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. മോതിരം ഇടാത്ത കയ്യിലാണ് ഞാൻ പാക്ക് ഇട്ടത്, മറ്റേ കയ്യിൽ പാക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു 2 കൈയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിലാണ് ഞാൻ നമ്മുടെ പാക്ക് ഇട്ടത്. ഇതിൽ പാക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ബ്രൈറ്റ് ആണ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഡിഫറൻസ്. ഞാൻ ഫേസിലും കൂടിയും അപ്ലൈ ചെയ്യാം. ഇതിൽ മുട്ട യൂസ് ചെയ്തിരിക്കുന്ന കാരണം അത് ആ മുട്ടയുടെ വെള്ള ഉണങ്ങണം. അപ്പോൾ അതുവരെ ഇത് നമ്മൾ ഫേസിൽ വെക്കണം. അപ്പോൾ ആ സമയത്ത് അത് ഉണങ്ങണ സമയത്ത് സ്കിന്നൊന്ന് ടൈറ്റൻ ആവും. അപ്പോൾ നമ്മൾ അധികം സംസാരിക്കാനോ അധികം ഇതാക്കാനും പാടില്ല. കാരണം റിങ്കിൾസ് വരും, അതിൽ ചുളിവുകളൊക്കെ വരും. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്.
അപ്പോൾ അതാ ഞാൻ നമ്മുടെ പാക്ക് ഇതായിട്ട് മുഖം കഴുകി അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുന്നേ ഉള്ളതും മുന്നേ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഫേസും ഇപ്പോൾ ഈ പാക്ക് ഇട്ടതിന് ശേഷമുള്ള ഈ ഫേസും കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒറ്റ തവണ തേച്ചാൽ മാത്രം മതി. കണ്ടില്ലേ, ഒറ്റ തവണ തേച്ചതിന് തന്നെ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ കഴുത്തിലും കൂടിയും ചേർത്ത് ഇത് അപ്ലൈ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് രണ്ടും വേറെ വേറെ കളറായി പോവും. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കോഫി പൗഡറും പിന്നെ മുട്ടയുടെ വെള്ളയാണ്. സോ ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ നമ്മുടെ സ്കിന്നിൽ, ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സാഗിങ് സ്കിൻ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ലിഫ്റ്റപ്പ് ചെയ്യാനും സ്കിന്നൊന്ന് ടൈറ്റൻ ആവാനും സ്കിന്നിലെ പോഴ്സ് എല്ലാം ക്ലോസ് ആവാനും ഒക്കെ മുട്ടയുടെ വെള്ളം വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് കോഫിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നിറയുള്ള കാരണം അതും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സ്കിന്നിനും ശരി, അതേപോലെ നമ്മുടെ മുടി, അതായത് സ്കാൽപ്പിനും എല്ലാറ്റിനും കോഫി വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.